ജീവിതമാർഗം വഴിമുട്ടിയതോടെ കർഷകരെല്ലാം വലിയ പ്രതിഷേധത്തിലാണ്. അവരുടെ കൂടുതൽ പ്രതികരണങ്ങളിലേക്ക്. ഞങ്ങൾക്ക് ഒരു തരത്തിലും ജീവിക്കാനുള്ള മാർഗ്ഗമില്ല. ഞങ്ങളുടെ 2 കുഞ്ഞുങ്ങൾ പഠിക്കുന്നു, അവരെ പഠിപ്പിക്കാനെ കൊണ്ട് അതിന് ലോണും കാര്യങ്ങളും. പക്ഷേ ഞങ്ങൾക്ക് ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ എന്തായാലും ഞങ്ങൾക്ക് കൃഷി കൊണ്ട് ജീവിച്ചാലേ പറ്റത്തുള്ളൂ, അല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒരു മാർഗ്ഗമില്ല. ഞങ്ങൾക്ക് താറാവ് കൃഷി ചെയ്ത് ഞങ്ങൾക്ക് ഒരു നഷ്ടപരിഹാരവും കിട്ടിയിട്ടില്ല. ഞങ്ങൾ വേണ്ട വെള്ളത്തിനും കിടക്കുക. തരാമെന്ന് പറയുന്നൊന്നും തന്നിട്ടില്ല. നഷ്ടപരിഹാരം അവിടുന്ന് സർക്കാർ ഞങ്ങൾക്ക് തരണം. അത് ഞങ്ങൾക്ക് പറച്ചിലേ ഉള്ളൂ, ഇന്ന് വരെ തന്നിട്ടില്ല നഷ്ടപരിഹാരം. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് അജയ് നാഥ് കൂടി ചേരുന്നുണ്ട്. അജയ്, ഈ താറാവ് കർഷകരെ സംബന്ധിച്ച് അവർക്ക് അവകാശപ്പെട്ട തുക മാത്രമാണ് അവർ ചോദിക്കുന്നത്. അത് തന്നെ കൃത്യമായി വിതരണം ചെയ്യുന്നതിൽ വീഴ്ചയുണ്ടാകുന്നു. എന്താണ് ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഒരു സമീപനം? തീർച്ചയായും ഈ താറാവ് കർഷകരെ സംബന്ധിച്ച് അവരുടെ ആവശ്യം ന്യായമാണ്. ഈ താറാവുകളെ കൊന്നൊടുക്കിയതിന് ശേഷം നാളിതുവരെയായിട്ടും ഈ പൈസ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. നിരന്തരമായ സമരങ്ങൾ ഇതിൻ്റെ ഭാഗമായി ഇവർ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഒരു ഇടപെടലും ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായ കാര്യം. അതിൽ ഏറ്റവും പ്രധാനമായി സൂചിപ്പിക്കേണ്ടുന്നത് മന്ത്രി JH ന്യൂറാണിൻ്റെ നേതൃത്വത്തിൽ ഇതിൻ്റെ അടിസ്ഥാനമായ ഒരു യോഗം ചേരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ യോഗത്തിൽ ഇവർക്ക് തുടർന്ന് ഈ നഷ്ടപരിഹാര തുക നൽകും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ യോഗത്തിൽ തീരുമാനമാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എങ്കിലും അത് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇവരുടെ ഏറ്റവും വലിയ ആക്ഷേപം എന്ന് പറയുന്നത്. നിരവധി വിഷയങ്ങൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുമ്പോഴാണ് നഷ്ടപരിഹാര തുക ഇത്രയും വൈകുന്ന ഒരു സാഹചര്യമുള്ളത്. അതിനാൽ തന്നെ വലിയ ഒരു കടബാധ്യതയിലേക്ക് കർഷകർ മാറുന്ന സാഹചര്യം കൂടിയുണ്ട്. ചെക്ക് നൽകിയെങ്കിൽ പോലും ഏതാണ്ട് 70ഓളം കർഷകരെയാണ് ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ പോലും പക്ഷിപ്പനിയുമായി ബന്ധപ്പെട്ട് പക്ഷികളുടെ ഗണത്തിൽപ്പെടുത്താവുന്ന മറ്റ് ഇനത്തിലുള്ള പക്ഷികളെ കൂടി ഈ ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്തുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ ആ ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്തുമ്പോൾ താറാവ് കർഷകരുടെ എണ്ണത്തിൽ ഒരു കുറവ് ഉണ്ടാവുകയും താറാവ് കർഷകരെ ആകെ തന്നെ ഈ വിഷയം ബാധിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ഈ പക്ഷിപ്പനിയുടെ ഭാഗമായിട്ട് കൊന്നൊടുക്കിയതും താറാവുകളെയായിരുന്നു. എന്നാൽ ഇതിനെല്ലാം ഈ നഷ്ടപരിഹാര തുക നൽകുന്നതിലൊരു ക്രമാനുഗതമായൊരു ക്രമീകരണം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ കാലാനുസൃതമായൊരു ക്രമീകരണം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായ കാര്യം. എന്തായാലും വലിയ പ്രതിഷേധത്തിൽ തന്നെയാണ് താറാവ് കർഷകർ, കുട്ടനാട്ടിലെ ആകെ തന്നെ താറാവ് കർഷകരുള്ളത്. വലിയ പ്രതിഷേധവുമായി ഇനി മുന്നോട്ട് വരാനുള്ള ഒരു നീക്കത്തിൽ കൂടിയാണ് ഇവരുള്ളത്. അവരെ സംബന്ധിച്ച് അടിസ്ഥാനപരമായി ഈ തുക കിട്ടിയില്ലെങ്കിൽ ഇവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും വസ്തുതാപരമായിട്ടുള്ള കാര്യം എന്നുള്ളതും. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു ജീവിത സമരം എന്ന നിലയിൽ സമരവുമായി തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവരുടെ തീരുമാനവും.